നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡോൾസ് ജേർണി എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽക്ക് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇമാജിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇമാജിനേഷൻ എന്നുള്ള യൂണിറ്റിൻ്റെ ടൈറ്റിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ കുറേ സങ്കല്പങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ മുഴുവനും പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ളൊരു സങ്കല്പത്തിന് പറ്റിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഡോൾസ് ജേർണി എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഒന്ന് നോക്കിക്കേ, അതിലൊരു ഡോളിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഡോൾസിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പാവക്കുട്ടികൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ട് പാവക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ കുളിപ്പിക്കുന്നതായിട്ടും ഫുഡ് കൊടുക്കുന്നതായിട്ടും അതിനെ ഉറക്കുന്നതായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കാറുണ്ട്. ഒരു ജീവനുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഒരു അമ്മസ്ഥാനം അല്ലെങ്കിൽ അച്ഛൻ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് നമ്മൾ അതിനെയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, അത് ഒരു ഇമാജിനേഷൻ എക്സാമ്പിളാണ്, ഒരു സങ്കല്പത്തിന് എക്സാമ്പിളാണ്. പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു പാവക്കുട്ടി കാണാതെ വന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കുക, ഭയങ്കര വിഷമമായിരിക്കില്ലേ? അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമുക്ക് ഈ പഠിക്കാനുള്ള എ ഡോൾസ് ജേർണി എന്നുള്ളത്. അപ്പോൾ ഇതൊരു അനക്ഡോട്ടൻ എക്സാമ്പിളാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ആയിരിക്കും, സിമ്പിളായിട്ട് സ്റ്റോറി ആയിരിക്കും, പക്ഷേ അതൊരു റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ചായിരിക്കാനാണ് സാധ്യത. ശരിക്കും നടന്നിട്ടുള്ള ആരുടെങ്കിലും ലൈഫിൽ ഒരു ഇൻസിഡൻറ്റിനെ, ഒരു സന്ദർഭത്തിനെ കുറിച്ചായിരിക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള കഥകളെയാണ് അനക്ഡോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ പാവക്കുട്ടിയെ നഷ്ടപ്പെടുന്ന പെൺകുട്ടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്ന ജർമ്മൻ റൈറ്റർ കൂടെ ഇതിനകത്തൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കഫ്ക എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആക്ച്വലി ജർമ്മൻ എഴുത്തുകാരനാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഫ്ക എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അദ്ദേഹം ഒരു ജർമ്മൻ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബെർലിനിലത്തെ പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോഴാണ് അദ്ദേഹം ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്നത്. അപ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പാവക്കുട്ടിയെ കാണാതെ ഇരിക്കുകയാണ്. കഫ്ക ജോയിൻ ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പോൾ കഫ്കയും എന്ത് ചെയ്യണം, അവളുടെ കൂടെ കൂടിയിട്ട് ആ ഒരു ഡോളിനെ എവിടെയെങ്കിലും കാണാൻ കിട്ടുന്നുണ്ടെന്ന് കുറേ തിരഞ്ഞു നോക്കി. പക്ഷെ അതൊക്കെ അൺസക്സസ്ഫുള്ളി ആയിപ്പോയി. അതായത് അതൊന്നും സക്സസ് ആയില്ല, അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഹി കൺസോൾഡ് ഹെർ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അപ്പോൾ അദ്ദേഹം പ്രോമിസ് ചെയ്യാണ്, നാളെയും ഞാൻ തീർച്ചയായിട്ടും വരാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പാവക്കുട്ടിയെ തിരഞ്ഞു നോക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. പിറ്റേ ദിവസം അതുപോലെ പാർക്കിൽ വെച്ചിട്ട് അവർ വൈകുന്നേരം കണ്ടുമുട്ടുകയാണ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. അപ്പോൾ കുറച്ച് നേരമൊക്കെ രണ്ടുപേരും കൂടെ തിരയുന്നുണ്ട്. എന്നിട്ട് കഫ്ക എന്താ അഭിനയിക്കുകയാണ്, പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നാണ് കേട്ടോ. കഫ്ക അഭിനയിക്കുകയാണ്, അതായത് ബെഞ്ചിൻ്റെ താഴത്തുനിന്ന്, അവരിരിക്കുന്ന ബെഞ്ചിൻ്റെ താഴത്തുനിന്ന് ഒരു ലെറ്റർ കിട്ടി എന്നുള്ള രീതിക്ക് അദ്ദേഹം അഭിനയിക്കുകയാണ്. ഒരു അറിയാത്ത രീതിയിൽ എവിടുന്ന ഒരു ലെറ്റർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടതുപോലെ അദ്ദേഹം ആക്ട് ചെയ്യുകയാണ്. ആക്ച്വലി ആ ലെറ്റർ അദ്ദേഹം തന്നെ എഴുതി അവിടെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഹി ഗാവ് ദ ലെറ്റർ ടു ദ ഗേൾ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ലെറ്റർ എടുത്തിട്ട് ഗേളിന് കൊടുക്കുകയാണ്. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. അപ്പോൾ കഫ്ക തന്നെയാണ് ആ ലെറ്റർ എഴുതിയിട്ടില്ല, പക്ഷേ അദ്ദേഹം എവിടുന്നോ കിട്ടിയ, അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കത്തൊക്കെ ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. എന്തിനായിരുന്നു അദ്ദേഹം ആ ലെറ്റർ എഴുതിയിട്ടുള്ളത്? അവൾക്ക് നഷ്ടപ്പെട്ടു പോയ പാവക്കുട്ടിയാണ് ആ കത്ത് എഴുതുന്നത് എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹം ആ ലെറ്റർ എഴുതിയിട്ടുള്ളത്. ഡോണ്ട് വറി അബൌട്ട് മീ ദ ലെറ്റർ സെഡ്. അപ്പോൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ലോകം ചുറ്റി കാണുന്ന ഒരു യാത്രയിലാണ്. ഇറ്റ് ഈസ് റിയൽ എക്സൈറ്റിംഗ്. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രിപ്പാണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ എം ബാക്ക്. ഞാൻ തിരിച്ചു വന്നിട്ട് നിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ എന്നാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ആരെഴുതിയതാണെന്നാണ് ആ കുട്ടി വായിക്കുമ്പോൾ തോന്നുക, അവളുടെ പാവക്കുട്ടി എഴുതിയതാണ് എന്നുള്ള രീതിക്കാണ് നമ്മുടെ കഫ്ക ആ ലെറ്റർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം കേട്ടോ, ആരുടെ പേരിലാണ് ആ ലെറ്റർ എഴുതിയിട്ടുള്ളതെന്നും ഒറിജിനലി ആരാണ് ആ ലെറ്റർ എഴുതിയിട്ടുള്ളതെന്നും ഓർത്തിരിക്കണേ. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. വീണ്ടും വീണ്ടും ഇവൾക്ക് എന്ത് ചെയ്യാണ്, ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡോളിൻ്റെ പേരിൽ ലെറ്റർ കിട്ടുന്നുണ്ട്. ആക്ച്വലി ലെറ്റർ ആരാ എഴുതണേ, നമ്മുടെ കഫ്ക എഴുതുന്നതാണ്. ഷി റോഡ് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അവളുടെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ പാവക്കുട്ടി എഴുതുന്ന രീതിയിലാണ്, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് സാഹസികമായിട്ട് ആ പാവക്കുട്ടി നടത്തിയിട്ടുള്ള യാത്രകളെ കുറിച്ചൊക്കെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അപ്പോൾ ആ ലെറ്റർ കാണുമ്പോഴൊക്കെ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോകുന്നുണ്ട്. ബട്ട് കഫ്ക
കഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. പക്ഷെ പിന്നീട് കഫ്ക തിരിച്ചറിയാണ് ദിവസങ്ങൾ കഴിയും തോറും ആ കുട്ടി കൂടുതൽ മൂഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ആകെ ഒരു നിരാശ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഷി ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. കാരണം എന്താ, അവൾക്ക് അവളുടെ ഡോള് തിരിച്ചു വരണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം. ആൻഡ് കഫ്ക ഫെൽ ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ കഫ്കയ്ക്ക് മനസ്സിലാവണം ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. കാരണം ആ കുട്ടിയെ ഹാപ്പി ആക്കാനാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ എന്താക്കുന്നതാണ്, ആ കുട്ടീനെ കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അപ്പോൾ മറ്റൊരു മാർഗം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ദർ were no letters for some days. കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ലെറ്റർ ഒന്നും അദ്ദേഹം എഴുതിയില്ല. Then one day കഫ്ക told the girl that the doll was engaged to be married. അപ്പോൾ കഫ്ക ഒരു ദിവസം വന്നിട്ട് പറയുകയാണ് നമ്മുടെ ഡോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോളിൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വന്ന് പറയുകയാണ്. He had met her while on a trip to another part of the country. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നിൻ്റെ ഡോളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ ഡോള് പറഞ്ഞതാണ് ആളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, ഡോളിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു. Kafka also told her that she had even introduced him to the young man she was going to marry. കഫ്ക കൂടെ എന്തും കൂടെ പറയുകയാണ്, അവൾ ആ ഒരു ഡോള് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെനെ കൂടെ എനിക്ക് അവൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു എന്ന് കൂടെ നമ്മുടെ കുട്ടിയുടെ അടുത്ത് അയാൾ പറയുകയാണ്. ഷി വാസ് സോറി ദാറ്റ് ഷി കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അതേപോലെ തന്നെ പാവക്കുട്ടി സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവൾക്ക് നല്ല സങ്കടമുണ്ട്, കുറച്ച് ദിവസമായിട്ട് നിനക്ക് ലെറ്ററൊന്നും എഴുതാൻ പറ്റാത്തതിൽ. ഷി പ്രോമിസ്ഡ് ദാറ്റ് ഷി വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡിങ് വേർ ഓവർ. അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് കത്തെഴുതാമെന്ന് പാവക്കുട്ടി പറഞ്ഞിട്ടുമുണ്ട് എന്നൊക്കെ കഫ്ക അവളതിനെ ധരിപ്പിക്കുകയാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഡോളിൻ്റെ വിവരമൊക്കെ അറിഞ്ഞതിൽ. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. പക്ഷേ അവൾ വീണ്ടും അവളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹമാണ്, ഇനിയിപ്പോൾ എപ്പോഴാണ് ഞാൻ എൻ്റെ ഡോളിനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഏകദേശം അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിലൊരു മറുപടി നമ്മുടെ കഫ്ക കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുള്ളൂ. താങ്ക് യു.